എന്താണ് നിലവിൽ ഉയരുന്ന വിള്ളൽ വിവാദം? പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തെല്ലാം? വിഷുവിന് മുമ്പ് 178 കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച വീടുകൾ കൈമാറുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്ക് ആകുകയാണോ? ജൂലൈ 30 അന്നാണ് കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായത്. 403 പേരുടെ മരണം സ്ഥിരീകരിച്ച ദുരന്തത്തിൽ 150-ലധികം പേരെ കാണാതായി. 1200 കോടി രൂപയാണ് സർക്കാർ കണക്കാക്കിയ നഷ്ടം. ദുരന്തത്തിനു പിന്നാലെ കേരളം വയനാടിനായി കൈകോർത്തു. 770 കോടി 76 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തി. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി 5 സോണുകളായി തിരിച്ച് ആകെ 410 വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. 2025 മാർച്ച് 27 കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. ലാബ്, ഫാർമസി, ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ഓപ്പൺ എയർ തിയേറ്ററുകൾ, സ്പോർട്സ് ക്ലബ്, കുട്ടികളുടെ കളിസ്ഥലം, അങ്കണവാടി, ലൈബ്രറി, കമ്മ്യൂണിറ്റി സെന്ററുകൾ, മൾട്ടിപർപ്പസ് ഹാൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങൾ ടൗൺഷിപ്പിന്റെ ഭാഗമാണ്. 1000 സ്ക്വയർ ഫീറ്റിൽ 2 കിടപ്പുമുറികൾ, ഒരു സ്റ്റഡി റൂം, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് ടൗൺഷിപ്പിലെ വീടുകളിലുള്ളത്. ടൗൺഷിപ്പിൽ വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് സർക്കാർ കൈപിടിച്ചുയർത്തുമ്പോൾ 178 കുടുംബങ്ങൾക്ക് 7 സെന്റ് ഭൂമിയുടെ പട്ടയം മുഖ്യമന്ത്രി ഗുണഭോക്താക്കൾക്ക് കൈമാറി. നറുക്കെടുപ്പിൽ 7 സെന്റ് സ്ഥലത്തിന്റെ പട്ടയം അനുവദിച്ച ഉത്തരവ് വൈദ്യുതി, കുടിവെള്ളം, റേഷൻ കാർഡ് കണക്ഷനുകൾ, വീടിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ എന്നിവയ്ക്കുള്ള നടപടികളും പൂർത്തിയാക്കിയിരുന്നു. വൈകാതെ ദുരന്തബാധിതരുടെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ഉറപ്പുകൾ പാഴാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഉദ്ഘാടനം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും വീട് കൈമാറാൻ സർക്കാരിന് കഴിയാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഉദ്ഘാടന ചടങ്ങ് മാറിയെന്ന ആരോപണം ഉയരുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.